കേരളത്തിൽ ഹർത്താൽ എന്തുകൊണ്ട് ബന്ദായി മാറുന്നു? നമുക്കറിയാം, ജൂലൈ 9 ഒരു ഓൾ ഇന്ത്യ സമരം, വളരെ നേരത്തെ തന്നെ അവര് സമര സംഘടനകള് സമരം നടത്താൻ പോകുന്നു, എന്തൊക്കെയാണ് അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എന്നതൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് അറിയാമായിരുന്നു സമരം വരാൻ പോകുന്നു എന്നൊക്കെയുള്ള മുൻകരുതൽ എടുക്കത്തക്ക രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഇത്ര ഭീകരമായ തോതില് ആ സമര ആഭാസം കൊണ്ടാടിയത് എന്നോർക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം എന്ന് നാം അറിയാതെ ചോദിച്ചു പോകും. കാരണം ഇവിടെ മാത്രമാണ് അന്ന് ജനജീവിതം സ്തംഭിച്ചത്. അതായത് ടൂറിസ്റ്റുകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല, അവരൊരുപാട് ഹരാസ്മെന്റ് അനുഭവിക്കേണ്ടി വന്നു, രോഗികളെ കൊണ്ട് ആശുപത്രികളിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ മരണപ്പെടേണ്ടി വന്ന പല കേസസും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാ കാലത്തും, അതായത് എവിടെയൊക്കെ സമരം ഉണ്ടാകുന്നോ ആ സമരം, കേരളത്തിലെ ഒരു ഓൾ ഇന്ത്യ പണിമുടക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പണിമുടക്കോ ഉണ്ടാവുകയാണെങ്കിൽ ആ പണിമുടക്ക് അക്രമാസക്തമാകുന്നത് നമുക്കറിയാം. അത് ഒരു ബന്ദായി മാറുന്നതും അക്രമാസക്തമാകുന്നതും നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ജൂലൈ 9 സമരം എന്തൊക്കെയായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത്? വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങളിൽ പലതും ഉദാത്തമായ ലക്ഷ്യങ്ങളായിരുന്നു. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ എടുത്തു നോക്കുമ്പോൾ തൊഴിലാളികളുടെ അവസരം, ഇപ്പോൾ കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡ്, ഗ്രേറ്റ് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിലെ അവസ്ഥ പോലെ മോശമാണ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവസ്ഥ. കാരണം വളരെ കുറഞ്ഞ വേതനം, മിനിമം വേതനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബശ്രീക്ക്, ഇപ്പോൾ കുടുംബശ്രീക്കല്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന 332 രൂപയിൽ കുറഞ്ഞ വേതനം ആണ് ഇവിടെ ഇന്ത്യയിൽ നിൽക്കുന്ന കുറഞ്ഞ വേതനം. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 180 രൂപയാണ് ആദ്യം തൊഴിലുറപ്പ് പദ്ധതിക്ക് 2005 തൊഴിലുറപ്പ് പദ്ധതി, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നരേഗ കൊണ്ടുവരുമ്പോൾ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അതിനിട്ടിരുന്ന ചാർജ് 280 രൂപയായിരുന്നു പെർ ഡേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്? ആ നിലയിലേക്കെങ്കിലും ഇന്ത്യയുടെ അതായത് ശരാശരി ശമ്പള നിലവാരം, തൊഴിൽ കൂലി വർദ്ധിക്കണം. അതിനു വേണ്ടിയാണ്. കാരണം അത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ തൊഴിലാളികളെ കിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേനും ഈ എന്താണ് പറയുക, തൊഴിലാളികളെ തേടി നടക്കുന്നവർക്ക് ഇത്രയും പൈസ കൊടുക്കാം, കൂലി കൊടുക്കാം, 280 കുറയാതെ കൊടുക്കാം എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് അന്ന് 280 രൂപ ഫിക്സ് ചെയ്തത്. അത് ഘട്ടം ഘട്ടമായി ഉയർത്തി ഇപ്പൊ 332 രൂപയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ 332 രൂപയിൽ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ശമ്പളം നിൽക്കുമ്പോഴും കൂലി നിൽക്കുമ്പോൾ പോലും ഓൾ ഇന്ത്യ തലത്തിലെ മിനിമം വേജ് അതിലും താഴെയാണ്. അതൊരു വലിയ ദുർഗതി തന്നെയാണ്. കാരണം വലിയ ഉയർന്ന വില നിലവാരം വരിക, അതുപോലെ മറ്റെല്ലാ ചെലവുകളും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ജോലി ചെയ്താൽ, അതും കേരളത്തിലാണെങ്കിൽ 2 മണിക്ക് കയറി പോകും തൊഴിലാളികൾ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 6 മുതൽ 6 വരെയാണ്. വെസ്റ്റ് ബംഗാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 6 മുതൽ 6 വരെയാണ് ജോലി എന്ന് പറയുന്ന, അതായത് വീട്ടു ജോലിക്കൊക്കെ പോകുന്നവരുടെ കാര്യമാണ്. അല്ലാതെ കർഷക തൊഴിലാളികളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചിട്ടില്ല. എന്തായാലും 6 മുതൽ 6 വരെ ജോലി ചെയ്തിട്ട് വളരെ 60 രൂപ വീട്ടു ജോലിക്ക് കൂലി കൊടുക്കുന്നത്. അത് 2010 ഇപ്പൊ 2025 പക്ഷെ 60 എന്നുള്ളത് 65 അല്ലെങ്കിൽ 70 ആയിക്കാണോ, അതിനേക്കാൾ കൂടിയിട്ടുണ്ടാവില്ല. അത്ര തുച്ഛമായ വേതനമാണ് കേരളത്തിൽ വ്യത്യസ്തമായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരാവശ്യമുണ്ട് എന്ന് പറയാതെ തന്നെ ഇഷ്ടംപോലെ തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇരച്ചു കയറുന്നത്. ഇവരാരും കേരളം വിട്ടുപോവുകയുമില്ല. കാരണം അവർക്ക് വളരാനുള്ള സൗകര്യവും തണലും കേരളത്തിലുണ്ട്. മുട്ടിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, മെഡിക്കൽ സൗകര്യങ്ങള് എല്ലാം ഉള്ളപ്പോൾ അവരെന്തിനാണ് അവരുടെ നാട്ടിലേക്ക് പോകുന്നത്? അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് ഓർക്കണം, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കാരണം കൊണ്ട്. ഓക്കെ, അപ്പൊ അതിരിക്കട്ടെ. ഈ സമരത്തെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. എന്തുകൊണ്ടാണ് ഈ സമരം ഇത്ര അക്രമാസക്തമായത് ഇത്തവണയും? കാരണം പലതവണ കോടതി ഇടപെട്ട് നിയമം കയ്യിലെടുക്കരുത്, തൊഴിലാളി യൂണിയനുകൾ നിയമം കയ്യിലെടുക്കരുത്, നിയമത്തിന്റെ വഴിക്ക് പോകണം, അല്ലെങ്കിൽ നിയമത്തിന്റെ വഴി തേടണം, സ്വന്തമായിട്ട് നിയമം കയ്യിലെടുക്കരുത്, പക്ഷെ നിങ്ങൾക്ക് നിയമത്തിന്റെ വഴി തേടി നീതി നേടാം
എന്നാണ് കോടതി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സമരം ഇത്ര അക്രമാസക്തമായത്? അപ്പൊ നമുക്ക് ആ സമരത്തിന്റെ ലക്ഷ്യങ്ങളിലേക്കൊന്ന് നോക്കാം. അവര് 10-14 ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6-7 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കോൺട്രാക്ച്വലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. നമുക്കിവിടെ കമാൻഡിങ് ഹൈറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്, അതായത് 1991 LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം പബ്ലിക് സെക്ടറിലായിരുന്നു. അങ്ങനെ LPG കൊണ്ടുവന്നതിന് ശേഷമാണ് ആ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് ഇക്വലന്റ് ആയിട്ട് പ്രൈവറ്റ് സെക്ടറിന് വരാമെന്ന് നിലവന്നത്. അതിനുശേഷമാണ് അംബാനി, അദാനി പോലെയുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് ഒക്കെ വളരാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഷെയറുകൾ വിറ്റഴിക്കുക. അതുപോലെ തന്നെ അതെ, പബ്ലിക് സെക്ടറിലെ നവരത്നങ്ങളുടെ പോലും ഷെയറുകൾ 51% വരെ വിറ്റഴിക്കാനുള്ള ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ആ തൊഴിലുകൾ വലിയ തോതിൽ തൊഴിൽ നൽകിയിരുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ മേഖലയിലെ തൊഴിലുകളൊക്കെ ഒരുപാട് സ്വകാര്യ മേഖലയിൽ എത്തുമ്പോഴേക്കും തൊഴിലുകളൊക്കെ വെട്ടിക്കുറയ്ക്കും. എന്തിനധികം പറയണം, നമ്മുടെ റെയിൽവേ സിസ്റ്റം നോക്കിയാൽ മതി. ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിരുന്നു ഇന്ത്യൻ റെയിൽവേസ്. 16 ലക്ഷത്തിലധികം സ്ഥിരം തൊഴിലാളികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ റെയിൽവേസിന്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? ആദ്യം BJP ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന് മുൻപിൽ അവതരിപ്പിച്ച വിവേക് ദബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട് അലകും പിടിയും സ്വകാര്യവൽക്കരിക്കണം റെയിൽവേയുടെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ പാൻട്രി കാർ നിർത്തലാക്കി. എന്ന് വെച്ചാൽ അതിനകത്ത് ഭക്ഷണം പാകം ചെയ്ത് യാത്രക്കാർക്ക് കൊടുത്തിരുന്നു. അതൊരു വരുമാന മാർഗവുമായിരുന്നു, അതൊരു തൊഴിൽ സൃഷ്ടിയുമായിരുന്നു. പക്ഷെ അത് നിർത്തലാക്കി, അത് കോൺട്രാക്ട് കൊടുത്തു, പുറം കോൺട്രാക്ട് കൊടുത്തതുപോലെ നമുക്കറിയാം വന്ദേ ഭാരത് തൊട്ട് സർവ്വ ട്രെയിനിലും കിട്ടുന്ന ഭക്ഷണം വിഷമയമാണ്, കഴിച്ചാൽ ഭയക്കണം, അതുപോലുള്ള ഭക്ഷണമാണ് കിട്ടുന്നത്. മാത്രവുമല്ല കോൺട്രാക്ട് ആയി പോയതിനു ശേഷം അത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലുകളാണ് റെയിൽവേയിൽ കിട്ടുമായിരുന്നത് നഷ്ടപ്പെട്ടത്. അപ്പൊ അതാണ് കോൺട്രാക്ച്വലൈസേഷനും പ്രൈവറ്റൈസേഷനും മുഖാന്തരം പബ്ലിക് സെക്ടർ കമ്പനികളെ നിന്നുള്ള തൊഴിൽ നഷ്ടം. ആ നഷ്ടം നികത്താൻ എന്താ മാർഗം? പ്രൈവറ്റൈസേഷൻ നിർത്തലാക്കുക. അത് പക്ഷെ എത്ര കണ്ട് ഇന്നത്തെ കാലഘട്ടത്തില് നടപ്പിലാകും എന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ ഒരു പരിധി വരെ റെയിൽവേ പോലെയുള്ളത് അത് ഏറ്റവും ചീപ്പറായിട്ട് സാധാരണക്കാരന് യാത്ര ചെയ്യാമായിരുന്ന യാത്രാ സൗകര്യമായിരുന്നു. അതുപോലെ തന്നെ ഒന്നാന്തരം ഫുഡാണ് അതിൽ കൊടുത്തിരുന്നത്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പൊ തൊഴിലാളികളുടെ സമരം അത്ര കണ്ട് ശരിയാണെന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷെ പിന്നെയും ഉണ്ട് ഒരുപാട് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ വക്കിലെത്തി നിൽക്കുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് കൂടുതൽ ഗവൺമെന്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക. കൂടുതൽ ഗവൺമെന്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാന്തരം വിദ്യാഭ്യാസ സൗകര്യം, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും മെഡിക്കൽ കോളേജുകളാണെങ്കിലും മറ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ ഇൻഫർമേഷൻ ടെക്നോളജി സെന്ററുകളോ ഒക്കെ നല്ല വെൽ എക്യുപ്ഡ് ആകണം. അവിടെയൊക്കെ കുട്ടികൾക്ക് എംപ്ലോയബിലിറ്റി കിട്ടത്തക്ക രീതിയിലുള്ള ട്രെയിനിങ്. നമുക്കറിയാം നരേന്ദ്രമോദി ആദ്യം ഭരണത്തിൽ നിന്ന് 2014 തന്നെ ഒരു മുദ്രാവാക്യം ഒന്നാമത്തെ ബജറ്റിൽ കൊണ്ടുവന്നിരുന്നു. 5 T കൊണ്ട് ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കും. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ 5 T? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഇതായിരുന്നു 5 T. ആ 5 Tയും നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ 10 വർഷം കൊണ്ട് ഇന്ത്യ ഇതിനേക്കാളൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് ആയേനെ. പക്ഷെ ആ പ്രസംഗം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നെ കാണാൻ ഇടവന്നത്. അപ്പൊ അങ്ങനെ ഈ ക്യാമ്പസുകളെ എല്ലാം ടെക്നോളജിക്കലി സസ്റ്റൈനബിൾ ആക്കുക, ക്യാമ്പസുകളൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ തൊഴിലാളികളുടെ ഈ ആഗ്രഹം നടക്കൂ. പക്ഷേ അതിന് ഹർത്താല് ബന്ധായിട്ട് മാറാൻ പാടില്ല. ഹർത്താല് ബന്ധായിട്ട് മാറാത്ത സ്വച്ഛസുന്ദരമായ ക്യാമ്പസുകളിലും സമ്പദ്ഘടനകളിലും മാത്രമാണ് വ്യവസായങ്ങൾക്ക് പിച്ച വെച്ച് വളരാനുള്ള സാമൂഹിക സാഹചര്യം ഉണ്ടാകൂ എന്ന് ലോകം ഇതിനകം കാണിച്ചു തന്നതാണ്. ഓഫ് കോഴ്സ് മൂലധനം കൊണ്ടുവരുന്നവരെ, മൂലധനം കൊണ്ട് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നവരെ ചങ്ങലക്കിടണം, അത് വേറെ കാര്യം. പക്ഷേ
മൂലധനം വന്നുകൂടാ എന്ന രീതിയിൽ ഇത്രയധികം ഹർത്താൽ നടത്തി ബന്ദാക്കി മാറ്റി മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു കാരണവശാലും വികസനത്തിന് സഹായം ചെയ്യില്ല എന്നുള്ളത് തൊഴിലാളി യൂണിയനുകൾ മനസ്സിലാക്കേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഉള്ളത് നാഷണൽ മിനിമം വേജ് 26,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ പറഞ്ഞ് നമ്മുടെ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമായിരുന്നു കേരളത്തില്. എത്ര കാലമായി അവർ 2 മാസവും കഴിഞ്ഞ് 3 മാസവും കഴിഞ്ഞ് 4ാമത്തെ മാസത്തിലാണ് അവരിപ്പോ. എന്നിട്ടും കുലുങ്ങിയിട്ടില്ല ഗവൺമെന്റ്. 21,000 അപ്പോഴാണ് 26,000 രൂപ പിന്നെ പ്രതിമാസ വരുമാനം കിട്ടത്തക്ക രീതിയിൽ വേജ് ലെവൽ വർദ്ധിപ്പിക്കണമെന്ന ഇവരുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് ഒട്ടും വലിയ ഡിമാൻഡ് അല്ല, തെറ്റായ ഡിമാൻഡ് അല്ല. എന്താ കാരണം തെറ്റായ ഡിമാൻഡ് അല്ലെന്ന് പറയാൻ? നോക്കൂ, നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് 1,250 രൂപയാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ 30 ദിവസവും കൂട്ടിയാല് 37,500 രൂപ. 1,250 അല്ല, അതിലും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ, തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളില്. അപ്പൊ 37,500 രൂപയാണ് അവരുടെ ഒരു മാസത്തെ ശമ്പളമായിട്ട് വരിക, കൂലിയായിട്ട് വരിക ഇവിടുത്തെ രീതി അനുസരിച്ച് കൊടുത്താല്. പോട്ടെ, 26,000 തരണമെന്ന് പറയുന്നത് ഒട്ടും അന്യായമല്ല, തീർച്ചയായിട്ടും അത് ന്യായമാണ്. പക്ഷെ ഓൾ ഇന്ത്യ തലത്തിൽ 26,000 കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ കൊച്ചു കേരളത്തില് ഹർത്താല് ബന്ദായി മാറിയത് കൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാണ്? അങ്ങനെ എന്ത് പ്രയോജനമാണ് ഇതിനകം കിട്ടിയത്? അത് നമ്മൾ ആലോചിക്കണം. അത് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളികൾക്ക് മനസ്സിലാകും ഇത്തരം സമരാഭാസങ്ങളാണ്, പ്രയോജനം കണ്ടെത്തുകയില്ല. അതിന് നിയമപരമായ നടപടികൾ കോടതിയിൽ പോകണം. അത് തന്നെയാണല്ലോ ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അവരുടെ സ്ട്രെങ്തനിങ് റൂറൽ എംപ്ലോയ്മെന്റ് സ്കീംസ്. അതിന് കുറെ സ്കീംസ് ഗവൺമെന്റ് PM ഇന്റേൺഷിപ്പ് തൊട്ട് ഒരുപാട് സ്കീംസ് നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, നിലം തൊടുന്നില്ല എന്നുള്ളതാണ് ഇത്തരം സ്കീംസിന്റെ ഒക്കെ. അപ്പൊ ഞാനൊക്കെ പോകുന്ന പല യൂണിവേഴ്സിറ്റികളിലും ചോദിക്കാറുണ്ട് PM ഇന്റേൺഷിപ്പ് അതെവിടെ, നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടോ? ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷെ ആർക്കും ഒന്നും കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് നിലം തൊടുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ കബളിപ്പിക്കാൻ, വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ഇടുന്ന ഓരോ തീരുമാനങ്ങൾ, ഓരോ ജിമ്മിക്സ് എന്ന ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാനൊക്കുള്ളൂ. ഇനി വേറൊരു അവരുടെ ഇത് എൻഷുറിങ് MSB ആസ് പെർ, അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് 2002 സമർപ്പിക്കുന്നു. 2004 പിന്നെ MSP ഫിക്സ് ചെയ്യുന്നത്. 24 ഉൽപ്പന്നങ്ങൾക്കാണ്, കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അത് തന്നെ സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നത് വിൽപ്പനയ്ക്ക് ബാക്കിയുള്ളവർക്ക് മാത്രമല്ല, ഇപ്പൊ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പോലും മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം. എന്തുകൊണ്ടാണ്? എങ്കിൽ മാത്രമേ അവർ അത്തരം കൃഷികളിൽ നിൽക്കൂ. അവർക്ക് അതിൽ തന്നെ നിന്ന് ഇന്ത്യൻ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താൻ കഴിയണമെങ്കിൽ എല്ലാവർക്കും, 1/2 ഏക്കർ ഉള്ളവർക്കും 10 സെന്റ് ഉള്ളവർക്കും എല്ലാം മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ ആനുകൂല്യം, അവരെത്ര ഉൽപ്പാദിപ്പിച്ചോ ആ ഉൽപാദനത്തിന് അവർ വിറ്റില്ലെങ്കിലും അവർക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കണമെന്നാണ് സ്വാമിനാഥൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത്രയും ഏറ്റവും ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനാണ്, 146,39,00,000 ഇന്ത്യയുടെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനെ വച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരു തരത്തിലുള്ള ക്ഷീണവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്, കാർഷിക മേഖലയുടെയും അതിലെ കമേഴ്ഷ്യൽ ക്രോപ്സിന്റെ പോലും വളർച്ചയ്ക്ക് അനിവാര്യമാണ് സ്വാമിനാഥൻ റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഡിമാൻഡ്സ് പലതും ന്യായമായ ഡിമാൻഡ്സ് ആണ്. പക്ഷെ കേരളത്തിൽ മാത്രം അക്രമാസക്തമായത് കഷ്ടമായി പോയി. അപ്പൊ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ മന്ത്രി P. രാജീവ് ഒക്കെ എന്താണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കേരള എന്നൊക്കെ പറഞ്ഞ് നടത്തിയതൊക്കെ വെറും വൈത്താരികളായി മാറും. ഇതൊന്നും നിലം തൊടില്ല ഇങ്ങനെ അക്രമാസക്തമായ ഒരു ട്രേഡ് യൂണിയൻ സിസ്റ്റം ഉള്ള സംസ്ഥാനത്ത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ലോൺ വേവേഴ്സ് ഫോർ ഫാമേഴ്സ് തീർച്ചയായിട്ടും അനിവാര്യമാണ്. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അങ്ങനെ ലോൺ വേവർ ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇപ്പോഴും കർഷകർക്ക് ലോൺ വേവർ തിരിച്ചടക്കേണ്ട, ലോൺ വേണ്ടാന്ന് വെക്കാൻ, റെപ്യൂഡിയേറ്റ് ചെയ്യാം, വേണ്ട എന്ന് വെക്കാനുള്ള തീരുമാനം എടുക്കേണ്ടതാണ്. ഏറ്റവും വലിയ ഫാർമേഴ്സിനല്ല, ചെറുകിട ഫാർമേഴ്സിന് അവരെടുത്തിരിക്കുന്ന ചെറിയ ചെറിയ വായ്പകളൊക്കെ വേണ്ടാന്ന് വെച്ച്
അവരെ സഹായിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്താൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പല ലക്ഷ്യങ്ങളും ഉദാത്തമായ ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്താൽ മാത്രമേ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2000 ആണ്ടിലെ ലേബർ കൺവെൻഷൻ, ആ കൺവെൻഷൻ എന്തിനുള്ള കൺവെൻഷൻ ആയിരുന്നു? ഡീസന്റ് ജോബ് കൺവെൻഷൻ ആയിരുന്നു. അതായത് തൊഴിലാളികളുടെ തൊഴിലിനെ എങ്ങനെ ഡീസന്റ് ആക്കി മാറ്റാം. എന്താ ഡീസൻസി കൊണ്ട് പറയുന്നത്? ഒരു തൊഴിൽ ചെയ്താൽ നല്ല ജീവസന്ധാരണത്തിന്, നല്ല ശരാശരി ജീവിതത്തിനുള്ള പണം, വേതനം കിട്ടണം. ആ വേതനം കിട്ടിയാൽ പോലെ എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടാം എന്ന തരത്തിലാകരുത്. ജോലി സ്ഥിരത വേണം. 3, അവർക്ക് യൂണിയനൈസ് ചെയ്യാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. 4, അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ കൊടുക്കണം. ഈ 4 കണ്ടീഷൻസ് ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡീസന്റ് ലേബർ നോം 2000. ആ 2000 നോമില് യുണൈറ്റഡ് നേഷൻസിലെ മെമ്പർ കൺട്രീസ്, ഇന്ത്യ അടക്കം സൈൻ ചെയ്തിട്ടുണ്ട്. ILOയുടെ മെമ്പർ കൺട്രീസ്. ഇന്ത്യ 2010 2000 കൺവെൻഷനിൽ ഇന്ത്യയുടെ സിഗ്നേച്ചർ ചാർത്തുന്നത് 2010. അപ്പൊ അങ്ങനെ ഈ പറയപ്പെട്ട ഒരു കണ്ടീഷനും ഇപ്പൊ ഇന്ത്യൻ തൊഴിലില്ല. തൊഴിൽ സ്ഥിരതയില്ല, മാന്യമായ വേതനമില്ല, ഈ പറയപ്പെട്ട ഒരു കണ്ടീഷനും ഇല്ല. തീർച്ചയായിട്ടും ആ കണ്ടീഷൻസ് ഒക്കെ പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് കേരളത്തെ മാത്രം നശിപ്പിക്കുന്ന തരത്തിൽ ഹർത്താൽ ബന്ദാക്കി മാറ്റിക്കൊണ്ടല്ല. ദേവൻ രാമേന്ദ്രൻ അന്ന് പറഞ്ഞതുപോലെ എന്താണ്, ഹർത്താലും ബന്ദും നടത്തി അക്രമാസക്തമാവുക, നിയമം കയ്യിലെടുക്കുക, അതൊന്നും കൊണ്ടല്ല. നിയമത്തിന്റെ വഴിയെ പോയി വേണം ഇത്തരം എന്താണ് ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ് താനും. അപ്പൊ എന്തുകൊണ്ടാണ് ഹർത്താൽ ബന്ദായി മാറരുത് എന്ന് ഞാൻ പറഞ്ഞത്? നമുക്കറിയാം, ഈ 1ാം പിണറായി ഗവൺമെന്റ് കാലത്തൊക്കെ ധാരാളം കുറച്ചേറെ ഹർത്താലും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ എത്ര ഹർത്താൽ നടന്നു? ഒരു ഹർത്താൽ നടന്ന് അതൊരു ബന്ദായി മാറിയാല് സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, ധനനഷ്ടം എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഡയസ്നോൺ നടപ്പാക്കണം. അതൊക്കെ കോടതി പറഞ്ഞതാണ്. സർക്കാർ ജീവനക്കാർ പണി മുടക്കിയാൽ ഡയസ്നോൺ നടപ്പിലാക്കണം. ഇനി ഡയസ്നോൺ നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു ഹർത്താൽ ബന്ദായി മാറുമ്പോൾ എത്ര കോടി രൂപയാണ് ഒരു ദിവസം സംസ്ഥാന ഖജനാവിന് ഉണ്ടാകുന്നത്? കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് 2021 ഈ കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഇതിൽ നിന്നും തന്നെ കിട്ടിയിട്ടുള്ള കണക്കാണ്. ആ കണക്കനുസരിച്ച് 2117.5 കോടിയാണ് ഒരു ദിവസം പണി മുടക്കിയാൽ സംസ്ഥാന ഖജനാവിനുണ്ടാകുന്ന നഷ്ടം. അങ്ങനെ നോക്കുമ്പോൾ 2018-19 തന്നെ 9 ദിവസം ഹർത്താൽ നടന്നു. ഈ സംസ്ഥാന തലത്തിലുള്ള ഹർത്താല് 2 ദിവസം ഓൾ ഇന്ത്യ പണിമുടക്കും നടന്നു. അപ്പൊ എന്തുമാത്രം സാമ്പത്തിക നഷ്ടം ഉണ്ടായി? അതും ഇവിടെ കണക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 2018-19 9 ഹർത്താൽ എന്ന് വെച്ചാൽ 19,057 കോടി. അന്നത്തെ കണക്കാണ്. ഇന്ന് ചിലപ്പോ വർക്കേഴ്സിന്റെ, തൊഴിലാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും, അതനുസരിച്ച് ശമ്പളം കൂടിയിട്ടുണ്ടാവും, ശമ്പള പരിഷ്കരണം വഴിയായിട്ട്. അപ്പൊ ഈ എമൗണ്ട്, ഈ 19,057 കോടി എന്നുള്ളത് 29,057 കോടി എന്നും ഒക്കെ ഉയർന്ന് ഇരിക്കാം. അത് ഞാൻ ഇപ്പോഴത്തെ കണക്കല്ല പറയുന്നത്. 2021 ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ 2018-19 കണക്ക് കൂട്ടിയാണ് 2021 ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ 19,057 കോടി 9 ദിവസത്തെ സമരം കൊണ്ട് സർക്കാരിനുണ്ടായി. ഒരു ദിവസമാണ് 2,117.5 കോടി. ഇനി അപ്പൊ ഒരു ദിവസത്തെ സർക്കാർ ശമ്പളം മാത്രം എത്രയാണ്? 90. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാത്രമാണ്. സമരം വന്ന എയ്ഡഡ് സെക്ടറും എല്ലാം അടച്ചുപൂട്ടും. അപ്പൊ അവിടെ എല്ലാം നഷ്ടം വരും. എയ്ഡഡ് സെക്ടറിനും സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എന്നുകൊണ്ട് അതും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെ പോകും. അപ്പൊ എത്രയാണ് സർക്കാർ ശമ്പളം? ഒരു ദിവസത്തേക്ക് ശമ്പളം 90.40 കോടി. 90.40 കോടി. 9 ദിവസം ആകുമ്പോഴത്തേക്കോ 813.61 കോടി. ഇനി 2 ദിവസത്തെ ഓൾ ഇന്ത്യ പണിമുടക്ക്. അന്ന് കേരളത്തില് ബന്ദ് തന്നെയായിരുന്നു. ഇത് 2018-19 കാര്യമായി പറയുന്നത് കേട്ടോ ഈ കണക്ക്. 2 ദിവസത്തെ ഓൾ ഇന്ത്യ പണിമുടക്ക്, അതും ഹർത്താലല്ല, ബന്ദായിരുന്നു. അപ്പൊ എത്രയായി? 180.8 കോടി. അപ്പൊ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ 2021 സെപ്റ്റംബർ 13
കോടതി ഇടപെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ഒരു വിധി പ്രസ്താവിക്കുന്നത്. അതായത് നോക്കുകൂലി പാടില്ല, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്, കയ്യിലെടുക്കാതെ നിയമത്തിന്റെ വഴിയെ പോവുക എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസം സമരം ചെയ്താല് ഡയസ്നോൺ ആയാല് ഓക്കെ, ഡയസ്നോൺ ആവുകയാണെങ്കിൽ ഇത്രയും പൈസ കയ്യിൽ നിന്ന് പോവില്ല. പക്ഷേ നമ്മുടെ ഉൽപാദനക്ഷമത അപ്പോഴും നഷ്ടപ്പെടുക. പൈസ പോകുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ നാളേക്കോ മറ്റന്നാളത്തേക്കോ മാറിപ്പോകുന്നു. അപ്പൊ അതായത് ഓർമ്മിക്കുക, ഈ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ജീവിതത്തോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട ഗവൺമെന്റ് ആ ജീവിതത്തിന് നേരെ കണ്ണടച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഹർത്താൽ എന്ന് പറയുന്നത്, അഥവാ ഈ ബന്ദ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനം എങ്ങോട്ട്, ധനപ്രതിസന്ധിയിൽ കിടന്ന് ഉഴലുന്ന സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ഹർത്താല്, അതായത് ബന്ധായി മാറുന്ന ഹർത്താല്, ഒരുപാട് പേർക്ക് പരിക്കും പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഹർത്താല്, അത് നമ്മുടെ നാടിനെ നന്മയിലേക്കല്ല നയിക്കുക. ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ വേറെ ആരും ഇല്ലെങ്കിൽ കേരളം മുന്നോട്ട് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്, നല്ലതല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് കുറച്ചും കൂടി എന്താ പറയുക, ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതുപോലെയുള്ള മാർഗത്തിലൂടെ, നിയമത്തിന്റെ വഴിയിലൂടെ മുന്നേറണം. അതല്ലാതെ നിയമം കയ്യിലെടുത്ത് മറ്റുള്ളവരെ നിശബ്ദമാക്കിക്കൊണ്ടല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ കടന്നു കയറിക്കൊണ്ടല്ല. അതെപ്പോഴും തൊഴിലാളി യൂണിയനുകൾ ഓർത്തിരിക്കണം. അല്ലാത്ത പക്ഷം മാർക്സിയൻ ഫിലോസഫിയും മാർക്സും ഒക്കെ എന്നേക്കുമായി ശവമഞ്ചത്തിനകത്തായി പോകുമെന്ന കാര്യം മറക്കാതിരിക്കുക.